5 വഖ്തിനും ജമാഅത്തിന് വരുന്ന ആളെ പറ്റി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. ഉമ്മമാരെ, നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇത് പെടുത്തുന്നതിന്റെ താല്പര്യം, നിങ്ങൾ നല്ല പ്രചോദനം നൽകിയിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കണം. മക്കളെയും ഭർത്താക്കന്മാരെയും ബാപ്പമാരെയും പറഞ്ഞേക്കണം. ആ പ്രചോദനത്തിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും. ഇദാ റഅയ്തുമുർ റജുല യതറദ്ദദു ഇലൽ മസ്ജിദ്, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് ഇങ്ങനെ പോയി മടങ്ങുന്നത് കണ്ടാൽ, മഗ്രിബിന് വന്നു, പോയി ഇശാഇന് പിന്നെയും വന്നു, സുബഹിക്ക് പിന്നെയും വന്നു, ഇങ്ങനെ വരുന്നത് കണ്ടാൽ ഫഷ്ഹദൂ ലഹു ബിൽ ഈമാൻ, അവൻ ഈമാൻ ഉണ്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളൂ. ഈമാൻ ഇല്ലാത്ത ഒരാളെ ഖൽബ് അങ്ങനെ വരാൻ കഴിയൂല. ഈമാനുള്ള മനുഷ്യന് അങ്ങനെ പള്ളി വിടാൻ കഴിയൂല. ഒരു കാലത്തും പള്ളിയോട് ടച്ചില്ലാതെ ജീവിക്കാൻ കഴിയൂല. കലങ്ങിയ കണ്ണുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 കൊല്ലത്തെ ലോക്ക്ഡൗണിൽ. സാധേ 80 കൊല്ലമായിട്ട് എൻ്റെ ഒറ്റ ജുമയും പോയിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ജുമ പോയി എന്ന് പറഞ്ഞൊരു പ്രായമുള്ള മനുഷ്യൻ കരയുന്നത് കണ്ടപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു, പടച്ചോനെ, അയാൾക്ക് അല്ലാഹു നൽകിയ ഈമാനിന്റെ കട്ടിയും കനവെത്രയാണ്. ഒരിറ്റ് കണ്ണീര് നമ്മളെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. മനസ്സിൽ സങ്കടം വന്നിട്ടുണ്ട്. ഈമാനിന്റെ ഒരു കുറവാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, 80 വയസ്സ് വരെ ജുമക്ക് പോയി ഈ മനുഷ്യൻ ഇനി അല്ലാഹു തആല ഒന്നും കൊടുക്കാനില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. 80 വയസ്സായി, ഒരു 15 മാറ്റി വെക്ക, എന്നാലും ബാക്കിയുള്ള 65 വർഷമല്ലേ. ആ 65 വർഷത്തിൽ ഒരു ജുമ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഗൾഫിൽ, അദ്ദേഹം ഗൾഫിൽ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോഴും ജുമ പോയിട്ടില്ല ഉസ്താദെ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിൽ എന്റെ മനസ്സിലുള്ള ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. രാവിലെയും വന്നത് പറഞ്ഞു, ഉച്ചക്കും വന്നത് പറഞ്ഞു, പിറ്റേന്ന് വെള്ളിയാഴ്ച ആകുമ്പോൾ വ്യാഴാഴ്ച ആയപ്പോൾ വ്യാഴാഴ്ചയും വന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞു പള്ളിന്റെ അകത്തേക്ക് നോക്കിയിട്ട്. ഇന്ന് ഉസ്താദെ പള്ളിയിൽ ആൾക്കാർ വരാത്തൊരു ദിവസമാണല്ലോ. ഒന്നാമത്തെ ജുമ നഷ്ടപ്പെട്ടു പോയ പ്രായാധിക്യമുള്ള മനുഷ്യന്റെ മനസ്സിലെ സങ്കടം. അപ്പോഴാണ് അയാളെ ഈമാനിന്റെ കട്ടിയും കനവും വായിച്ചെടുക്കേണ്ടത്. ഇത് ഇതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് മുആദ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഓർമ്മ വന്നത്. മുആദ് റളിയല്ലാഹുവിന് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, ജമാഅത്തും പോയിട്ടില്ല, ഒരു റക്അത്ത് പിന്തിയതിന്റെ മനസ്സിന്റെ വേദന, സഹിക്കാൻ കഴിയാത്ത വേദന. അല്ലാഹുവേ, ഒരു റക്അത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുള്ള ജമാഅത്തിൽ ഒരു റക്അത്ത് സുബ്ഹി എനിക്ക് നഷ്ടമായല്ലോ എന്ന് മനസ്സിന്റെ വിഷമം താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും ആ വിഷമാണ്. മുഖത്തം കൊണ്ട് നോക്കി, എന്താ നിങ്ങൾക്ക് വിഷമം? ഒന്നുമില്ല എന്ന് പറയും. ഇതാ വിഷമം. നിർബന്ധിച്ച് ചോദിച്ചു സ്വഹാബത്ത്. കാരണം അവരുടെ സ്നേഹം അങ്ങനെയല്ലോ, സ്വഹാബത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. ഒരാളെ മനസ്സ് മുഖം മാറി അപ്പൊ ചോദിക്കും അവർ എന്താ പ്രശ്നം. ഒരാൾക്ക് എന്തെങ്കിലും എപ്പോഴും ചോദിക്കും. അതാണ് ഖുർആൻ അവരെ പറ്റി റഹ്മാഉ ബൈനഹും, സ്വഹാബത്താരാണ് റഹ്മാഉ ബൈനഹും, അവർക്കിടയിൽ വല്ലാത്ത സ്നേഹമുള്ളവരാണ്, വല്ലാത്ത വാത്സല്യമുള്ളവരാണ്. എന്തൊരു കുറവുണ്ടോ എനിക്കില്ലെങ്കിലും വേണ്ടി എന്റെ കൂട്ടുകാരന് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് സ്വഹാബ. അവരുടെ സ്നേഹത്തിന് ലോകത്ത് തുല്യതയില്ല. അത്രയും സ്നേഹമുള്ള ആളുകൾ ലോകത്ത് വേറെ കാണാനും കഴിയൂല. ആ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയൂ. അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു ഒന്നുമല്ല, എനിക്കൊരു സങ്കടമുണ്ട്, തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ സങ്കടം? നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ മാനഹാനിപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞോ? അല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലും കണക്ക് പറഞ്ഞ് അധിക്ഷേപിച്ചോ? അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊന്നുമല്ല. ഞാനൊരു ദിവസം സുബഹിക്ക് വന്നപ്പോഴോ, ജമാഅത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തേതിലേക്ക് എഴുന്നേറ്റു. എനിക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ജമാഅത്ത് മുഴുവനായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു സഹാബി ജമാഅത്തിന് വന്നു, റുക്കൂയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിലാണ്. റുക്കൂയിലാകുമ്പോ നേരെ പോയി കൈകെട്ടിയിട്ട് റുക്കൂയിൽ അങ്ങ് പോയി. റുക്കൂഴ് നല്ല തുമഈനത്തോടെ, അച്ചടക്കത്തോടെ, ഒതുക്കത്തോടെ റുക്കൂഴ് കിട്ടി. റുക്കൂഴ് അങ്ങനെ കിട്ടിയാൽ റക്അത്തും കിട്ടുമല്ലോ. റക്അത്ത് കിട്ടിയ സന്തോഷത്തിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചൊല്ലു റബ്ബനാ ലക്കൽ ഹംദു തുടങ്ങുന്ന ദിക്ർ. ആ സ്വഹാബി റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, ഹംദിന്റെ പരമ്പര, ഹംദ് അങ്ങോട്ട് ചൊല്ലി വളരെ നീണ്ട ഹംദ്. പടച്ചോനെ, നിനക്ക് ഒരു സ്തുതിയും തന്നാ പോരാ, ഈ റക്അത്ത് പോയ എന്റെ വിഷമത്രേ, ഈ റക്അത്ത് എനിക്ക് കിട്ടിയല്ലോ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, എല്ലാത്തരം അധികരിച്ച ഹംദും എല്ലാത്തരം അധികരിച്ച സ്തുതിയും നിനക്കാണ് റബ്ബേ. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഹംദ് കൂടുതൽ ചൊല്ലിയ ആള്? നിസ്കാരത്തിൽ ആരോ ഒരാൾ ഹംദ് കൂടുതൽ ചൊല്ലിയല്ലോ. തങ്ങൾക്ക് ഉടനെ വിവരം കിട്ടൂലേ? സലാം വീട്ടിയിട്ട് ദിക്ർ കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു. ഈ സ്വഹാബി ചിന്തിച്ചു, പടച്ചോനെ ചൊല്ലിയ തെറ്റായിപ്പോയോ? സന്തോഷം കൊണ്ട് ചൊല്ലിയതാണ്, റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അല്ലാഹുവിനെ സ്തുതിച്ചതാണ്.
എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ആരാന്ന് പറയാതിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു, ലഖദ് റഅയ്തു 12 മലക്കൻ യബ്തദിറൂന ബിഹാ, 12 മലക്കുകൾ ഈ ഹംദ് കൊണ്ടുപോകാൻ തിക്കും തിരക്കും കൂട്ടുന്നത് ഞാൻ കണ്ടു. ഈ ഒരൊറ്റ ഹംദ് അല്ലാഹുവിലേക്ക് ഉയർത്താൻ 12 മലക്കുകള് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മത്സരിക്കുന്നത് കണ്ടു. അപ്പൊ സഹാബി പറഞ്ഞു, ഞാനാ ചൊല്ലിയത്. അപ്പൊ ആശ്വാസമായല്ലോ, ഞാനാ നബിയെ ചൊല്ലിയത്. എന്താ അങ്ങനെ ചൊല്ലാൻ കാരണം? ഞാൻ അങ്ങനെ വന്നപ്പോ പള്ളിന്റെ അടുത്തെത്തിയപ്പോ തങ്ങൾ റുക്കുവയിലാണ്. പടച്ചോനെ എന്റെ റക്കായത്ത് പോകുമെന്നുള്ള നിലക്ക് ഞാൻ വേഗം വന്ന് നിയ്യത്ത് കെട്ടി തക്ബീർ കെട്ടിയിട്ട് റുക്കുവിലെത്തിയിട്ട് നല്ല ഒതുക്കത്തോടെ എനിക്ക് റക്കായത്ത് കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞപ്പോ ഞാനങ്ങ് ചൊല്ലിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഹംദ് അല്ലാഹു സ്വീകരിച്ചു. അതിന്റെ അർത്ഥം ഈമാനികമായ ആ സന്തോഷം അല്ലാഹു ശരിവെച്ചു. മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ ഓരോ ദിവസവും ചിന്തിക്കുന്നത്, സുബ്ഹി പോകരുത്, ഒരു റക്അത്തല്ല ഒറ്റ റക്അത്തും എനിക്ക് പോകരുത്. സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന സഹായം കണ്ടോ ഞാൻ അതിനത് പറയുന്നത്. ജമാഅത്ത് ഉദ്ദേശിച്ച് വരുന്ന മനുഷ്യന് എത്ര ക്ഷീണമുണ്ടെങ്കിലും ക്ഷീണം മാറ്റിക്കൊടുക്കുന്ന അള്ളാഹുവാണ്. രോഗമുണ്ടെങ്കിൽ രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കും. ഉണരണോ, നല്ല നീയത്തോടെ കിടന്നാൽ അല്ലാഹു ഉണർത്തിക്കൊടുക്കും. നമ്മളെ സ്വന്തം ഇച്ഛല്ലേ ഹവ എന്ന് പറഞ്ഞ സാധനം, അതും കൂടപ്പുറപ്പായ മറ്റൊരു സാധനമല്ലേ ഇബ്ലീസ്. അവര് നമ്മളെ ഉണർത്തും. രാത്രി എത്ര നേരം വീ കിടന്നാലും ഉണർത്തും. എന്തിന്? ഒന്ന് അത്താഴത്തിന്, കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടത്. മറ്റൊന്ന് 4 മണിക്ക് നമ്മളെ കൂട്ടുകാരൻ ഗൾഫിലേക്ക് പോകാം, നമ്മൾ കിടക്കുന്നത് 12 മണിക്കാണ്. എന്നാൽ കറക്റ്റ് നമ്മൾ എണീക്കും. നിങ്ങൾ എന്താ എണീച്ച്? ഇന്നലെ ഒന്ന് വിളിച്ചിട്ട് എണീക്കാതെ നിങ്ങൾ? അല്ല, ഞാൻ കൂട്ടുകാരൻ ഇങ്ങനെ പോകുന്നതാണ്. കറക്റ്റ് എണീച്ചു. ഈ കൂട്ടുകാരൻ ഗൾഫിലേക്ക് പോയി യാത്രയൊക്കെ പോവുകയാണ്. നമുക്കത് ആവശ്യമുണ്ട്, നമ്മുടെ ശരീരത്തിനും ജീവിതത്തിനൊക്കെ ആവശ്യമുണ്ട്. അതേ സമയത്ത് അതേ ആള് തന്നെ സുബൈക്ക് വിളിച്ചു നോക്കുമ്പോ ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് ഒന്നിങ്ങോട്ട് പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് ഒന്നിങ്ങോട്ട് പറഞ്ഞു. അതാത് നിസ്കരിക്കും. പക്ഷെ വീട്ടുകാർ വിളിക്കുന്നത് കുറച്ച് നേരത്തെ എണീറ്റുന്ന പള്ളിയൊക്കെ പോയാൽ ജമാഅത്ത് കിട്ടില്ലോ എന്നത് വിളിക്കാണ്. തലാഖൊന്നുമില്ല, നഷ്ടപ്പെടുന്നില്ല, നിസ്കരിക്കൊടുന്ന അതായിട്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നാൽ ജമാഅത്ത് പോകാൻ കഴിയില്ല. എന്നാൽ അതേ ആളിനെയാണ് ഗൾഫിലേക്ക് യാത്ര അയക്കാനും വേറെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യം എണീക്കുന്നത്. കാരണം അത് ഹവന്നസ്, നമ്മുടെ ഇച്ഛ നമ്മളെ ഉണർത്തുകയാണ്. ഇവിടെ മലക്കുകളും അല്ലാഹു തആല സഹായിക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി വൈകി വന്നു. ഒരു യാത്ര കഴിഞ്ഞ് വരാൻ മഹാനവറുകൾ ചിന്തിക്കാണ്, പടച്ചോനെ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയാൽ മുമ്പ് എനിക്ക് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം തീർന്നിട്ടില്ല, ഇന്നുണ്ട് ആ ദുഃഖം. ഇന്ന് ഞാൻ പോയിട്ട് അഥവാ വീട്ടിലെത്തി നേരം കുറെ വൈകിയത് കൊണ്ട് ഒന്ന് കണ്ണടച്ച് ഉറങ്ങിയിട്ട് എണീക്കുമ്പോ ഇന്ന് കാണുന്ന കാഴ്ച അത്തഹിയ്യാത്തിലാണ് എനിക്ക് സുബഹി കിട്ടുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകണ്ട, മരുഭൂമിയിൽ ഉറങ്ങാം, ബാങ്ക് കേൾക്കുന്നിടത്ത് ഉറങ്ങാമെന്ന് കരുതി ഉറങ്ങി. അന്നത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണുള്ളത്. ആ ശബ്ദം അവാലിൽ മദീന, മദീനയുടെ ചുറ്റുഭാഗം അവാലി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. ആ അതിർവരമ്പിലേക്കൊക്കെ ആ ശബ്ദ സൗന്ദര്യം എത്തും. വല്ലാത്ത ശബ്ദമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം. കേൾക്കാൻ തന്നെ നല്ല ആനന്ദമുള്ള ശബ്ദമാണ്. ഉപകരണങ്ങളുടെ സഹായമില്ലാതെയാണ് ആ ബാങ്ക് കൊടുക്കുന്നത്. ആ ബാങ്കിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയൂല. ഇരിക്കട്ടെ, ബാങ്ക് കേൾക്കും എന്ന് കരുതുന്ന ഒരു സ്ഥലത്തങ്ങ് ഉറങ്ങി. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉറങ്ങി കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോഴേക്കതാ ബാങ്ക് കേൾക്കുന്നു. ബാങ്ക് കേൾക്കുമ്പോ ഞാനൊന്ന് എണീറ്റ് നോക്കി, എല്ലാ ഭാഗത്തേക്കും ഫജ്ർ സ്വാദിക്കായിട്ടുണ്ടോ? ഫജ്ർ സ്വാദിക്ക് വെളിവായതായി കാണുന്നില്ല, ഫജ്ർ കാദിബാണ് കാണുന്നത്. ഫജ്ർ സ്വാദിക്കിന്റെ മുമ്പ് ഫജ്ർ കാദിബ് വരും. അത് അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ അതിന്റെ പ്രഭകൾക്ക് മാറ്റമുണ്ട്. നീളത്തിലും വീതിയിലും 2 മാറ്റങ്ങൾ കാണാൻ അറിയുന്നവർക്ക് ഫജ്ർ കാദിബാണല്ലോ, സുബഹി ബാങ്ക് കൊടുക്കാൻ നേരായിട്ടില്ലല്ലോ, പിന്നെ ആരാണ് ബാങ്ക് കൊടുത്തത്? മുആദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഇബ്ലീസ് എങ്ങാനും ബാങ്ക് കൊടുത്തു. ഇബ്ലീസ് ബാങ്ക് കൊടുക്കും? പിന്നെ അങ്ങനെ സംശയം. ബാങ്ക് കൊടുക്കുമ്പോൾ ഓടുന്നാണല്ലേ ഇബ്ലീസ്. ഇബ്ലീസ് ബാങ്ക് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അതാ വിളിക്കുന്നു, യാ മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഇബ്ലീസാണ്. ബാങ്ക് കൊടുത്തതാ? ഞാൻ തന്നെ ബാങ്ക് കൊടുത്തത്. എന്തിനാ നീ ബാങ്ക് കൊടുത്തത്? നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്ന സ്ഥാനം ഇനിയും കൂടുമോ എന്ന് പേടിച്ചിട്ടാണ്. അന്നത്തെ ഒരു റക്അത്ത് നഷ്ടമായതിന് നിങ്ങളെ മനസ്സിലെ ദുഃഖം കൊണ്ട് ഓരോ ദിവസവും ഈമാനികമായി അല്ലാഹു നിങ്ങൾക്ക് അങ്ങനെ സ്റ്റേജ് ഉയർത്തി തരാണ്. ഇപ്പൊ നിങ്ങൾ എത്രയോ വലിയ മഖാമിലാണ്, വലിയ ഉയർച്ചയിലാണ്. ഇന്നെങ്ങാനും നിങ്ങളെ ജമാഅത്ത് പോയാൽ 2 റക്അത്തും കിട്ടാതെ നിങ്ങൾ അത്തഹിയ്യാത്തിലാണ് പോകുന്നതെങ്കിൽ അത്രയും ക്ഷീണത്തിലാണ് നിങ്ങൾ കിടക്കുന്നത്.
നിങ്ങളെ മനസ്സിൽ വരുന്ന വിഷമം കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന ദർജക്ക് കയ്യും കണക്കും ഉണ്ടാകൂല. ഒരുപക്ഷെ ആ വിഷയത്തിൽ അല്ലാഹു ആയത്ത് വരെ ഇറക്കി കളയും. അതുകൊണ്ട് അങ്ങനെ ഒരു ദർജ നിങ്ങൾക്ക് കൂടി കിട്ടണ്ടെന്ന് കരുതി നേരത്തെ വാങ്ങി വിളിച്ചതാണ്. നിങ്ങൾ പള്ളിയിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ക്ഷീണമായിട്ട് വന്ന് ജമാഅത്തിനെ ഉദ്ദേശിച്ച് കിടന്നിട്ടും അല്ലാഹു തആല ആ മുആദ് റളിയല്ലാഹു അൻഹുവിന് സഹായം കൊടുക്കുന്നത് ഇബ്ലീസിനെ വരെ അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തു. ജമാഅത്ത് നഷ്ടമാകണ്ട, ക്ഷീണം വകവെച്ചിട്ട് ഒരു ജമാഅത്തും തകർന്നു പോകണ്ട. എത്ര ആരോഗ്യമാണ് അല്ലാഹു തആല അവർക്ക് നൽകിയത്. ആ ക്ഷീണം വകവെക്കാതെ ഈ വാങ്ങും കേട്ട് എഴുന്നേറ്റു. അന്നത്തെ ജമാഅത്തിലും പൂർണ്ണമായി സംബന്ധിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ നട്ടത്തിന്റെ കഥയോർക്കുമ്പോ മനസ്സിൽ വരുന്ന വിഷമമില്ലേ, അത് ഈമാനിന്റെ ഭാഗമാണ്. ഇരിക്കട്ടെ, ആ ജുമുഅ ജമാഅത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയിലും മറ്റുമായിട്ട് വീടുകളിലുമായിട്ട് വിശുദ്ധ റമളാനിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയട്ടെ. അത് മുദാറസത്തുൽ ഖുർആനാണ്, ഖുർആൻ പഠനം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും അധികം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതി കേൾപ്പിച്ചത് 12 മാസങ്ങളിൽ വിശുദ്ധ റമളാനിലാണ്. ഓരോ കൊല്ലവും ഇറങ്ങിയ ഖുർആനിന്റെ ഭാഗങ്ങൾ മുഴുവനും റമളാൻ ഷരീഫായാൽ എല്ലാ ദിവസവും വന്ന് ഓതി കേൾപ്പിക്കുന്നു. തങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഓതി കൊടുക്കുന്നു. ഖുർആനിന്റെ പഠനം ഏറ്റവും അധികം ഖുർആൻ തങ്ങൾ കേട്ടതെന്നാണ് ഷാബാനിലല്ല, റജബിലല്ല, റബീഉൽ അവ്വലല്ല, ശവ്വാലിലല്ല, റമളാനിലാണ്. നമ്മളും ഏറ്റവും അധികം ഖുർആൻ കേൾക്കേണ്ടത് റമളാനിലാണ്. സഹോദരങ്ങളെ, അതിനുള്ള നല്ലൊരു മാർഗമാണ് വിശുദ്ധ റമളാനിൽ തറാവീഹ് നിസ്കരിക്കുമ്പോ ഖുർആൻ കേൾക്കാനുള്ള നല്ല സൗകര്യം ഒരുക്കുക. നിങ്ങൾ ഹറമിൽ പോയി നോക്കൂ, നമ്മളെക്കാൾ എത്രയോ ക്ഷീണവും പ്രാരാബ്ദവും വയസ്സുമുള്ള ആളുകൾ വടി കുത്തി പിടിച്ചിട്ടാണ് അവിടെ വിശുദ്ധ റമളാനിലെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം ദൈർഘ്യമാണ്. അങ്ങോട്ട് അടിച്ചു പൊളിച്ച് നീട്ടി വെച്ച ഒറ്റ ഓത്തൂല, സാവകാശം ഓതി. അത്രയും 10,000-കണക്കിന് ആളുകൾ ഓരോ സമയം ഇങ്ങനെ കൂടുമ്പോൾ ലക്ഷമായിട്ട് ഇങ്ങനെ മാറും. 27 രാവിലെ അവസാനത്തെ 10-ലൊക്കെ തിങ്ങി നിറഞ്ഞ ആ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് എന്താണ് ആ നിൽക്കുന്നത്? എത്രയും നേരം ഓത്ത് കേൾക്കാനാണ് ഇത്രയും ക്ഷീണം അനുഭവിച്ചു നിൽക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന അറബിയെ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നും, പഠിച്ചോനെ ഇദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ട്. ഒരു കയ്യിൽ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടാണ് ഖിയാമിൽ നിൽക്കുന്നത്, റുക്കൂവിലല്ല ഖിയാമിൽ. ആ വടിയുടെ സഹായത്തിലാണ് റുക്കൂവും ചെയ്യുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആ വടി താഴെ വെക്കുന്നു, സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ പിന്നെ ആ വടി കുത്തിപ്പിടിക്കുന്നു. കുത്തിപ്പിടിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ഇത്രയും ദൈർഘ്യമായി ഓത്ത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ദുആ നടത്താൻ കാരണം. ഉമർ റളിയല്ലാഹുവിനെ ഇമാമാക്കി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെയാണ്. ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന, കാണാതെ നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന സ്വഹാബി. ഖുർആൻ ഇത്രയും കാലം നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിലാണല്ലോ ഖുർആൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത്, ഓതേണ്ടത്. നിസ്കാരത്തിലാണ് ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭം. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച നിസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് മാലങ്ങനെ പാടാൻ നമുക്ക് സുഖമാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ അങ്ങനെ പറയാൻ നല്ല സുഖമാണ് നമുക്ക്. ഒരൊറ്റ കാലിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ ഒരു ദിവസമാണോ? അല്ലല്ല, വർഷങ്ങളോളം, 4 പതിറ്റാണ്ട്, 40 കൊല്ലം. അത് അള്ളാഹു നൽകിയ വേറിട്ടൊരു തൗഫീഖാണ്. അങ്ങനെ നിർബന്ധമായി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് അവർ ആരാധനയുടെ സൗന്ദര്യം കൊണ്ട് അള്ളാഹുർക്ക് നൽകിയൊരു പ്രത്യേക തൗഫീഖാണ്. അത് പലർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിച്ച അതേ വുളു കൊണ്ടാണ് സുബഹി നിസ്കരിച്ചത്. 40 കൊല്ലം. 40 കൊല്ലം അങ്ങനെയാ. രാത്രി മുഴുവനും ഖുർആൻ ഓതുകയാണ് നിസ്കാരത്തിൽ. ആകെ അവർ നിസ്കരിക്കുന്ന ഒരു പക്ഷേ 2 റക്അത്തോ 4 റക്അത്തേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഖുർആനിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്ന മഹത്വം വേറെ എവിടെ ഓതിയാലും കിട്ടൂല. അതുകൊണ്ട് അതിന് ചാൻസ് ആണ് വിശുദ്ധ റമളാൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സുദീർഘമായി ഖുർആൻ ഓതിയിട്ടാണ് സ്വഹാബത്ത് നിസ്കരിച്ചത്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു വിശ്രമം ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് പേര് വന്നത്. 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു വിശ്രമം നമ്മുടെ നാട്ടിലുണ്ട്. ആ വിശ്രമ സമയത്ത് മക്കത്തെയും മദീനത്തെയും സ്വഹാബത്ത് ചെയ്തത് ആരാധനയാണ്. മക്കത്തെ സ്വഹാബത്ത് തവാഫ് ചെയ്തു, മദീനയിലെ സ്വഹാബത്ത് അവർക്ക് തവാഫില്ലല്ലോ, സ്പെഷ്യലായി സുന്നത്ത് നിസ്കരിച്ചു. അതുകൊണ്ട് ആ തറാവീഹിന്റെ റിപ്പോർട്ട് ചിലത് 36 എന്ന് 32 എന്ന് 34 എന്നൊക്കെ കാണാം. 20 റക്അത്തും 3 റക്അത്ത് വിത്റുമാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജമാഅത്തായി നിർത്തിയത്.
ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം രാത്രിയിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ്. പകലിൽ നിർവഹിക്കുന്ന സുന്നത്തിനല്ല മഹത്വമുള്ളത് രാത്രിയിലാണ്. രാത്രിയിൽ നിർവഹിക്കുന്ന സുദീർഘമായ സുന്നത്ത് നിസ്കാരം ആകെ വരുന്ന റമദാനിലാണ്. റമദാനിൽ പോലെ മറ്റൊരു മാസങ്ങളിലും അത്ര സുദീർഘ സുന്നത്ത് നിസ്കാരമില്ല. പിന്നെ ഉള്ളത് വിത്തറാണ്. അതും ആകെ ഒരു 11 റക്അത്തേ ഉള്ളൂ. 20 റക്അത്താണ്. ഈ 20 റക്അത്തിൽ ഒറ്റ റക്അത്തും വിടാതെ ഖുർആൻ നന്നായി ഓതി കേൾപ്പിച്ചുള്ള നിസ്കാരം. അതാണ് സഹോദരന്മാരെ റമദാനിന്റെ ഒരു ഭംഗി. അതിനാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള മഹാന്മാർ ദുആ ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്തേ ഇങ്ങനെ ജമാഅത്തായി നടപ്പിലാകാതിരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടപ്പിലാകാതിരുന്നത്? അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള അതേ ശൈലിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. സുന്നത്തിനെതിരല്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചതും സുന്നത്തിനെതിരല്ല. സുന്നത്തിനെ ഒന്നുകൂടി ഭംഗിപ്പെടുത്തിയതാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം അങ്ങനെ വന്ന് നിസ്കരിച്ചു. ഇശാഇന്റെ ശേഷം സഹാബത്തൊക്കെ പറഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളൊന്ന് റൂമിലേക്ക് പോയി സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒക്കെ പള്ളിയിലേക്ക് വന്നു റമദാനിൽ. അപ്പൊ പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്ന കുറെ സഹാബത്തൊന്നും പോയിട്ടില്ല. തങ്ങൾ വന്ന് വേറെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഇവരും ഇത് കണ്ട് നിസ്കരിക്കാറുണ്ട്. 2 റക്അത്ത് തങ്ങൾ നിസ്കരിക്കുമ്പോൾ വരും നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കും. റമദാനിൽ സ്പെഷ്യൽ നിസ്കാരം. ഇത്രല്ല, ഇത്ര വേറെ നിസ്കരിക്കുന്നുണ്ട്. സ്പെഷ്യൽ നിസ്കാരം. ഇത്തറിന്റെ എണ്ണ റമദാനിലും കുറച്ചിട്ടില്ല, അല്ലാത്തപ്പോഴും കുറച്ചിട്ടില്ല. അത് 11 തന്നെ. അതാണ് മാക്കാൻ യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്ത്. റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടിയിട്ടില്ല. അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ലല്ലോ. ഇത്തറാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. ഇത്ര 11 റക്അത്ത് നിസ്കരിച്ചത്. റമദാനിൽ സ്പെഷ്യലായിട്ട് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. അതിന് റമദാനിലെ സുന്നത്ത് എന്നും ഖിയാമുൽ ലൈലെന്നും തറാവീഹ് ഒക്കെ പേരുണ്ട്. ആ സുന്നത്ത് നിസ്കാരം ഒരു ദിവസം അങ്ങനെ നിസ്കരിച്ചപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോയ കുറെ സ്വഹാബിമാരുണ്ട്, കൃഷിക്കാരും കച്ചവടക്കാരും. പിറ്റേന്ന് സുബൈക്ക് സ്വഹാബത്ത് പറഞ്ഞു, ഇന്നലെ ഇശാന്റെ ശേഷം നിങ്ങൾ പള്ളിയിലുണ്ടായിരുന്നു. എന്തേ? ഇന്നലെ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടായിരുന്നു, കാണണ്ടേ അതിന്റെ ഭംഗി? നിങ്ങളുണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. മറ്റേ ആളോ? മുപ്പരില്ല. അയാളിന് മുപ്പരില്ല. ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. 2ാമത്തെ ദിവസം കേട്ടറിഞ്ഞ് കുറച്ചുകൂടി ആള് കൂടി പള്ളിയിൽ. കാരണം ഈ നിസ്കാരത്തിൽ ഒന്ന് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒറ്റക്കാണ്. അങ്ങനെ നിസ്കരിക്കുന്നു, സ്വഹാബത്ത് നിസ്കരിക്കുന്നു, അങ്ങനെ നിസ്കരിക്കുന്നു സുന്നത്ത് നിസ്കാരം. 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസവും ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ 4ാമത്തെ ദിവസം രണ്ടും കാണാം. തങ്ങൾ ഇങ്ങോട്ട് പുറത്തു വരാതെ ഇശാഇന്റെ സുന്നത്ത് നിസ്കരിച്ച് വീട്ടിന്റെ ഉള്ളിൽ അവിടെ ഇരുന്നു. പള്ളിയിൽ നിറച്ചു ആളാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. കേട്ടറിഞ്ഞവരും മുഴുവനും പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഈ സുന്നത്ത് നിസ്കരിക്കാൻ. ചിലരൊക്കെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൂറ്റനക്കി നോക്കി ഒന്ന് വരാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു സൂചന. സുബൈക്ക് വന്നപ്പോ തങ്ങൾ പറഞ്ഞു കൂറ്റനക്കുന്നതും പ്രതീക്ഷയോടെ ഇപ്പോൾ വരും എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വരാതിരുന്ന ഒന്നുമല്ല. ഖശീതു അൻ തുഫറള അലൈക്കും, നിങ്ങളെ മേൽ ഇത് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. എന്താ ഫർളാക്കപ്പെട്ടാലുള്ള കുഴപ്പം? ഒന്നുമല്ല. നിങ്ങൾക്കൊരു പക്ഷേ ഇതിന് അസഖ്യമായിട്ട് ഒന്നും തോന്നൂല, നിങ്ങൾക്ക് കഴിയാത്തൊരു പ്രശ്നം ഉണ്ടാകൂല. കാരണം അത്രയും ഈമാനിൽ മൂർച്ചയുള്ളവരാണ്. നിങ്ങൾക്ക് ശേഷവും എന്റെ ഉമ്മത്തിലെ ഒരുപാട് അംഗങ്ങൾ വരാനുണ്ട്. അവരിൽ ഇത് ചെയ്യാൻ കഴിയാത്ത പലരും ഉണ്ടായേക്കാം. ഈ ഫർള് നിർവഹിക്കാൻ ഒരു പക്ഷേ പലർക്കും സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ അവരോടൊക്കെയുള്ള മഹബത്തിനാണ് ഞാൻ അവിടെ ഇരുന്നത്. അങ്ങനെയാണ് പിന്നെ സുന്നത്താക്കി അള്ളാഹു നടപ്പിലാക്കിയത്. ആ സുന്നത്ത് നിസ്കാരം സഹോദരങ്ങളെ, തറാവീഹ് ഭംഗിയായ രൂപത്തിൽ നിർവഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരത്തിൽ തന്നെ ഒരു ഖത്മ് ഓതാൻ കഴിയില്ലെങ്കിൽ കേൾക്കാനെങ്കിലും കഴിയണമല്ലോ. എന്നാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഹറമിൽ താമസിക്കുന്ന എത്ര ആളുകളാ കൊല്ലങ്ങളായിട്ട് നിസ്കാരം ഖത്മായിട്ട് അവർ കേൾക്കുന്നത്. നമ്മളൊരു താല്പര്യമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ അതിന് അവസരം ഉണ്ടായാൽ നിസ്കാരം കുറച്ച് നീണ്ടുപോയി എന്ന് ചിന്തിക്കരുത്. റമദാനിലാണ്. സ്വഹാബത്ത് നിസ്കരിച്ച അത്ര ദൈർഘ്യം നമ്മളെ നിസ്കാരത്തിനില്ല. താബീങ്ങൾ നിസ്കരിച്ച അത്ര ദൈർഘ്യം നമ്മളെ നിസ്കാരത്തിനില്ല. ചില ഹദീസിൽ കാണാം, അത്തായത്തിന്റെ നേരം വരെ, ഭക്ഷണം കഴിക്കാനുള്ള നേരം ഒഴിവാകുന്ന സമയം വരെ പള്ളിയിൽ നിസ്കാരം നടന്നിട്ടുണ്ട്. അത്തായത്തിന് ഭക്ഷണം കഴിക്കാനുള്ള നേരത്ത് പള്ളിയിൽ നിന്ന് അവർ പോയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് വീണ്ടും ഒരു 10-20 മിനിറ്റ് ബാക്കിയുണ്ടാകും. ജമാഅത്തിന് സുബൈക്ക് വേണ്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇശാഇന് തുടങ്ങിയ നിസ്കാരം അത്തായത്തിന്റെ സമയം വരെ നീണ്ടു എന്ന് പറഞ്ഞാൽ മണിക്കൂർ എത്രയുണ്ട്? നമ്മളെ പള്ളിയിൽ അത്രയൊന്നുമില്ല, ചുരുങ്ങിയ സമയമാണ്. എന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ
കേട്ടുകൊണ്ട് ഖത്മ തീർക്കുന്ന മാസമാണ് റമളാൻ. ആരെ ഖുർആനാണ് വിധങ്ങൾ കേട്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. മുഴുവനായും ഖുർആൻ ഇറങ്ങിയപ്പോ മുഴുവനായും ഓതിക്കൊടുത്തു, മുഴുവനായും കേട്ടു. കേട്ട് ഖത്മ തീർത്തതും റമളാനിലാണ്, ഓതിക്കൊടുത്ത് ഖത്മ തീർത്തതും റമളാനിലാണ്, പഠനം നന്നായി നടത്തിയതും റമളാനിലാണ്. ഖുർആൻ നന്നായി പഠിക്കണം. റമളാനിന്റെ ഒരു സന്ദേശമാ സഹോദരങ്ങളെ ഖുർആൻ. നമുക്ക് ഖുർആനെ കുറിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്താ നമുക്ക് ഖുർആനെ കുറിച്ച് അറിയുക? എന്തെല്ലാം അറിവുകളാണ് അല്ലാഹു ഖുർആനിലൂടെ നൽകിയിരിക്കുന്നത്. ഖുർആനിലൂടെ നൽകാത്ത ഒറ്റ അറിവും ഇല്ല. എല്ലാ അറിവുകളുടെയും സംഗമമാണ് പരിശുദ്ധ ഖുർആൻ. എന്തെല്ലാം ലോകത്ത് വന്നിട്ടുണ്ടോ, ഇനി വരാനിരിക്കുന്നുണ്ടോ, മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഖുർആനിലാണ്. ഖുർആനിൽ ഇല്ലാത്തൊരു ഇൽമുല്ലല്ലോ. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങള്, നമ്മളെ കണ്ണിൽ നിന്നും മറഞ്ഞ പഴയകാലത്തെ സംഭവങ്ങള് മുഴുവനും അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖുർആനിലാണ്. ഖുർആനുമായി നല്ല പഠനം നടക്കണം. ഓതാനുള്ള കഴിവ് നല്ലോണം ആർജിക്കണം. റമളാൻ ശരീഫില് പഴയകാലത്തൊക്കെ ഖുർആൻ പഠനം നടന്നിരുന്നു. ഖുർആൻ ഓത്ത് പഠിപ്പിക്കുക. നമ്മളെ മക്കൾ ഖുർആൻ ഓത്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ദുനിയാവുന്നൊന്നും ഒരു പക്ഷെ കിട്ടാത്ത ഒരു തൊപ്പി പരലോകത്ത് കിട്ടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പരലോകത്ത് കിട്ടും. ഇവിടെ ഒന്നും ആ സ്ഥാനം കിട്ടൂല. ഇവിടെ നിങ്ങൾ എത്ര മത്സരിച്ച് ജയിച്ചാലും കിട്ടൂല. പക്ഷെ ആഖിറത്തിലേക്ക് വേണ്ടി ഒരു സംഗതി ചെയ്താൽ കിട്ടും. അതെന്താ? മക്കളെ നല്ലോണം ഖുർആനോത്ത് പഠിപ്പിക്കും. എന്റെ വാപ്പ കിട്ടും എനിക്ക് ഉറപ്പാ. എന്റെ വാപ്പ അനുസരിച്ചാ ഖുർആനെ പഠിപ്പിച്ചത്. ഞങ്ങൾ മക്കളെല്ലാരെയും പഠിപ്പിച്ചത്. തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ മുഴുവൻ മക്കളെയും ബാപ്പ അധ്വാനിച്ച് പഠിപ്പിച്ചത്. ബാപ്പ വലിയ ആലിമൊന്നുമല്ല. ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു കർഷകനായി ജീവിച്ചത് പാവപ്പെട്ട ആളാണ്. പാപ്പ മരണപ്പെട്ടു പോയി. നമ്മളിൽ നിന്ന് മരിച്ച എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ അടുത്തും മറ്റുമായി മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും മറുനാട്ടിലും. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഖബറിൽ അല്ലാഹു സന്തോഷ ജീവിതം കൊടുക്കട്ടെ. ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. വളരെ കാർക്കശ്യ ബോധത്തോടെ ഖുർആൻ പഠിപ്പിച്ചത്. രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് ഏറ്റവും തീവ്രത കാണിക്കേണ്ട ഒരു പഠനം ഖുർആനിനാണ്. ശരിയായിട്ട് നമ്മളെ കുട്ടി ഖുർആൻ ഓതാൻ പഠിച്ചാലേ നമ്മളെ ജീവിത ലാഭമായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം. അതൊക്കെ ജീവിതത്തിന് ആവശ്യമാണ്. ഒന്ന് പഠിക്കണ്ടാന്ന് അവനൊക്കെ പഠിക്കണം. പക്ഷെ ഒക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് ഖുർആൻ അറിയില്ല എന്ന് പറഞ്ഞ സങ്കടം. അത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം. ആ കുട്ടിക്കൊക്കെ അറിയും, എല്ലാ വിദ്യ അറിയും. പക്ഷെ അറിയാത്തത് എന്താ? ഖുർആൻ അറിയില്ല. അത് വിഷമാണ്. അതുണ്ടാകരുത്. ഖുർആൻ നന്നായി പഠിക്കണം. ഭാഷ പഠിക്കണം. അല്ലെങ്കിൽ ലോകത്ത് സഞ്ചരിക്കാൻ കഴിയും. പഴയ കാലത്ത് ഭാഷ ഒന്നും അറിയാത്ത ആൾക്കാർ യാത്ര പോയത് പോലെ ഉണ്ടാകും. മുമ്പ് അജ്മീറിലേക്ക് പോയ ആൾക്കാരെ കഥ പറഞ്ഞേക്കാം. അവിടെയൊക്കെ ഹിന്ദി ഉറുദു ആണല്ലോ പറയാം. അപ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി രണ്ടാൾക്കാർ ഹോട്ടലിൽ കയറി. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചോറ് വാങ്ങാൻ, നമ്മുടെ നാട്ടിൽ ചോറ് എന്ന് പറയല്ലോ, ചോറ് വാങ്ങാൻ. അപ്പൊ കുറച്ചൊക്കെ അവർക്ക് ഒപ്പിച്ച് പറയാൻ കഴിയും. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ദോ ആത്മീയക്ക് ചോറെന്ന് പറഞ്ഞു. അപ്പൊ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പോലീസിനെ വിളിച്ചു. പോലീസ് ഒന്ന് രണ്ടാളെ പിടിച്ചോണ്ട് അവർ പറഞ്ഞു, എന്തിനാ ഞങ്ങൾ കൊണ്ടുപോണ്? ഞങ്ങളല്ലേ പറഞ്ഞ് രണ്ട് മനുഷ്യന്മാരുണ്ട്, ഒരാൾ കള്ളനാണ്. അപ്പൊ ഭക്ഷണത്തിന് കിട്ടാനുള്ള ഭക്ഷണത്തിന് ചോറ് എന്നല്ല, ചോറ് പറഞ്ഞ കള്ളനാണ്, ചോരി എന്നാണ് കളവെന്നാണ്. അങ്ങനെ പറഞ്ഞ ആൾ കൊണ്ടുപോലേ. അവിടെ പറയണ്ടേ ദോ ആത്മീയക്ക് ചാവൽ എന്നാ പറയണ്ടേ, ഒരു ചോറ് വരണമെന്ന്. ചാവൽ എന്ന് പറയാൻ നിശ്ചയം വേണ്ടേ? ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുടുങ്ങും. അറിവില്ലെങ്കിൽ നല്ല കുടുങ്ങും. ദുന്യാവിലും കുടുങ്ങും, ആഖിറത്തിലും കുടുങ്ങും, ഖബറിലും കുടുങ്ങും. അറിവ് നല്ലോണം വർദ്ധിപ്പിച്ചാൽ എല്ലാ സ്ഥലത്തും രക്ഷയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല അറിവുള്ള ആലിമീങ്ങൾ ഖബറിലെത്തിയിട്ട് മലക്കുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു ചോദ്യം ചോദിക്കുന്നത് ഹദീസിൽ കാണാം. അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ളവർ ഇല്ലൽ ഉലമാഉൽ അഖിയാർ, ഉഖ്റവിയായ ആലിമീങ്ങൾ മാത്രമാണ്. മലക്കുകൾ മൻ റബ്ബുക വമൻ നബിയുക ചോദിക്കൂലേ കുറേ ചോദ്യം. തിരിച്ചു മലക്കുകളും ചോദിക്കും, നിങ്ങളെ റബ്ബാരാന്ന് പറഞ്ഞിരിക്കും. ചോദിക്കണമെങ്കിൽ ധൈര്യം വേണം. ഏത് ധൈര്യം? ഇവിടുന്ന് ഇങ്ങനെ നാലാവണമെന്ന് മുന്നിൽ ധൈര്യമല്ല, ഈമാനികമായും ഇൽമിയായിട്ടുള്ള ധൈര്യം. അള്ളാഹു നമുക്ക് ഇൽമ അധികരിച്ചു തരട്ടെ. നമ്മൾ ഇൽമ കുറഞ്ഞ വളരെ പാവങ്ങളാണ്. അള്ളാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അത് ചോദിക്കും, അങ്ങനെ തിരിച്ചു ചോദിക്കുന്നതാണ് ഹദീസിൽ പറയുന്നത്. അതിന് ധൈര്യമുള്ളത് ആർക്കാണ്? ഉലമാഉൽ അഖിയാർ, ഉഖ്റവിയായ ആലിമീങ്ങൾ. കൽബൊക്കെ ഇൽമ കൊണ്ട് നല്ലോണം തെളിച്ചമാക്കിയെടുത്ത അവർ. ആ തെളിച്ചമുള്ള കൽബ് കൊണ്ട് ഒരാളെ നോക്കിയാൽ അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. നമ്മളെന്തേ ക്യാമറ ഒക്കെ വെക്കണ്ടേ, ഹിപ്നോട്ടിസ് ഒക്കെ നടത്തണ്ടേ? ഒന്നും വേണ്ട, ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി. അയാൾ ആരാണെന്നും ഇപ്പം എന്താ തൊഴിലൊന്നും അടക്കം പറഞ്ഞു. അതെങ്ങനെ സ്ഥലം പറഞ്ഞു? അതാണ് ഇൽമ കൊണ്ട് കൽബം കൊണ്ട് ക്ലിയർ ആക്കുമ്പോൾ പിന്നെ അവരെ ഉള്ളിൽ പതിയാത്തൊന്നും ഉണ്ടാകൂല. കണ്ണാടി പല മോഡലുണ്ടല്ലോ. നല്ല ക്ലിയർ ആയ കണ്ണാടിയിൽ എല്ലാ ചിത്രവും കാണൂലേ? കാണും. ആ കണ്ണാടിക്ക് ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പ് പിടിച്ചാലോ എല്ലാം കാണൂല. ഇതേപോലെയാണ് കൽബിന് തുരുമ്പ് ബാധിച്ചാലും പിന്നൊന്നും കാണൂല. ആ കൽബിന് നല്ല ക്ലിയർ ഉണ്ട്, ഒക്കെ കാണും.
അതുകൊണ്ട് പറയട്ടെ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഖുർആൻ പഠിപ്പിക്കുക. പഴയകാലത്ത് ഖുർആനോത്ത് ഏറ്റവും അധികം പഠിപ്പിച്ചിരുന്നത് റമദാനിലാണ്. മദ്രസയിലും പള്ളിയിലും നടന്നിട്ടുണ്ട്. നിങ്ങൾ ഹറമേനിൽ പോയി നോക്കൂ, അവിടെ കാണാം രാവിലെ റമദാൻ ഷരീഫിന്റെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പട്ടം കൂടിയിട്ട് ഇങ്ങനെ അറബികളിരിക്കും. അതിലൊരു മുത്തവ്വയുണ്ടാകും, ഒരു ഇമാം ഒരു ആയത്ത് ഓതും, രണ്ടാമത്തെ ആയത്ത് അപ്പുറത്താൾ ഓതും. ഇതിന്റെ പേരെന്താ? മുദാറസത്തുൽ ഖുർആൻ എന്ന ഖുർആൻ പഠനാണ്. ഓതി പഠിക്കുക. എന്തെങ്കിലുമൊക്കെ അക്ഷരത്തെറ്റുകളോ വ്യാകരണ വിഷയത്തിലെ തെറ്റുകളോ വന്നാൽ ഈ ഇരിക്കുന്ന ആൾ ഒന്നുകൂടി ഓതിക്കൊടുക്കും, ഇങ്ങനെ ഓതണം. അപ്പോഴേക്ക് ബാക്കിയുള്ളവർക്ക് അത് ഏറ്റു ഓതും, ഓത്ത് ക്ലിയർ ആകും. ഒരു മകൻ നന്നായി ഖുർആനോത്ത് പഠിച്ചാൽ, മകൾ പഠിച്ചാൽ, അൽബസല്ലാഹു വാലിദൈഹി, ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു ധരിപ്പിക്കും താജൻ യൗമൽ ഖിയാമ. കോടിക്കണക്കിന് ജനങ്ങളെ മുന്നിൽ, നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലക്കാര് മാത്രമല്ല, കേരളക്കാര് മാത്രമല്ല, ഇന്ത്യക്കാര് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇടയിൽ നൽകുന്ന ബഹുമാനമാണ്. കിരീടം അല്ലാഹു ധരിപ്പിക്കും. അത് ഇവിടെ നിർമ്മിച്ച കിരീടമല്ല, സ്വർഗലോകത്ത് വെച്ച കിരീടമാണ്. വിലമതിക്കാൻ കഴിയാത്ത കിരീടം തന്നെ അല്ലാഹു ബഹുമാനിക്കുന്നത് മക്കളെ നന്നായി ഖുർആൻ പഠിപ്പിച്ചതിനാണ്. ഖുർആനോത്തിന് മക്കള് അഗ്രഗണ്യരാണോ? മരിച്ചു കിടക്കുന്ന ബാപ്പക്ക് വിഷമമില്ല, ഉമ്മക്ക് പരാതിയില്ല, ഉമ്മാമക്ക് സങ്കടമില്ല. ആ മക്കൾ ഓതുന്ന ഖത്മ്, അവർ നിസ്കാരത്തിൽ ഓതുന്നത്, അല്ലാതെ ഓതുന്നത്, പഠിക്കാൻ വേണ്ടി ഓതുന്നത്, വെറുതെ ഓതുന്നത്, എല്ലാറ്റിന്റെയും നല്ലൊരു പങ്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, സദാ കിട്ടിക്കൊണ്ടിരിക്കുന്നു, മുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു.